നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. വിശാൽ സാറേ, ഇത് സ്പൂൺ കൊണ്ട് കഴിക്കാൻ പാടില്ല. ആഹാരം ശരീരത്തിന് പിടിക്കണമെങ്കിലേ കൈകൊണ്ട് തന്നെ വാരി കഴിക്കണം. പിന്നെ ഇനിയിപ്പോ ഞാൻ ഇവിടെ എഴുന്നേറ്റ് കൈയൊക്കെ കഴുകി വരണ്ടേ? ഓഹ്, ഇങ്ങനൊരു മടിയൻ. താ എങ്ങനെയുണ്ട്? രുചിയുണ്ടോ? നല്ല മധുരം. മധുരോ? ഇതിനോ? വാരിത്തരുന്ന കഴിക്കാൻ മധുരം. ഒന്ന് പോ വിശാൽ സർ. അച്ഛമ്മേ, രണ്ടാള് ഈ ലോകത്തൊന്നും അല്ലല്ലോ. വെള്ളം കൊടുക്ക. അച്ഛമ്മേ, ഞാനൊന്ന് വീട്ടിൽ പോയിട്ട് വരട്ടെ. ഗായത്രി അമ്മയുടെ ഫോട്ടോയുടെ മുന്നിൽ ആരും തിരി തെളിയിച്ചിട്ടുണ്ടാവില്ല. മുറി വൃത്തിയാക്കി വിളക്ക് തെളിയിച്ച് ഞാൻ വേഗം ഇങ്ങോട്ട് വരാം. ബിബിനെ, പാർവതിക്കൊരു ടാക്സി പിടിച്ചു കൊടുക്ക്. അയ്യോ, അതൊന്നും വേണ്ട, ഞാൻ പോയിട്ട് വന്നോളാം. പോയിക്കോട്ടെ. അതെ, വേഗം വരണം. ഇല്ലെങ്കിൽ ഇവിടെ ഒരാൾക്ക് ഊണും ഉറക്കം ഉണ്ടാവില്ല. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. അമ്മേ മഹാമയെ, എന്റെ താലി ആപത്തിന്റെ നിഴലിലാണെന്ന് പറഞ്ഞ ഈ താലി കിട്ടിയാൾ ആപത്തിലാണെന്നല്ലേ അതിന്റെ അർത്ഥം? ഉദയന്നൂരമ്മയുടെ നോട്ടമുള്ളതുകൊണ്ടാ പല പല ആപത്തുകളിൽ നിന്നും അദ്ദേഹം രക്ഷപ്പെട്ടു വന്നത്. ഇപ്പോഴും ഇനിയും ഒരു ആപത്തുണ്ടായ എനിക്ക് പേടിയാവുന്നു എന്റെ ദേവി. എല്ലാ ആപത്തുകളും എന്റെ നേർക്ക് വന്നോട്ടെ, എനിക്ക് എന്ത് വേണമെങ്കിലും സംഭവിച്ചോട്ടെ. പക്ഷെ അദ്ദേഹത്തിന് ഒരാപത്തും സംഭവിക്കരുത്. അതിന് പകരമായി
ഞാൻ എന്റെ ജീവൻ നൽകാം. എന്റെ ഈ താലിക്ക് അവിടുന്ന് തന്നെ കാവലുണ്ടാവണേ ദേവി, എന്റെ ജഗദീശ്വരി. എവിടെ? ചേച്ചി എന്നെ വഴക്ക് പറയരുത്. ചില അത്യാവശ്യ കാര്യങ്ങൾ പെട്ടെന്ന് തലവന്ന് വീണതുകൊണ്ടാ എനിക്ക് കല്യാണ സമയത്ത് വിട്ടു നിൽക്കേണ്ടി വന്നത്. നിന്റെ അത്യാവശ്യ കാര്യങ്ങൾ എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ഈ കല്യാണം മുടങ്ങുമെന്ന് നിനക്ക് മുൻകൂട്ടി അറിയാമായിരുന്നു അല്ലേ? എന്റെ പൊന്നു ചേച്ചി, കണ്ണി ചോരയില്ലാതെ സംസാരിക്കില്ലേ. അങ്ങനെ ഒരു മുന്നറിയിപ്പ് എനിക്ക് ഉണ്ടായിരുന്നെങ്കിലേ ഞാനത് ആദ്യം ചേച്ചിയോടല്ലേ പറയാ. ഇതൊന്നുമല്ല, സംഗതി വേറെയാ. അതൊക്കെ ഞാൻ വിശദമായിട്ട് ചേച്ചിയോട് പിന്നീട് പറയാം. ഒരു ബമ്പർ ഓഫറാ. അതെന്തെങ്കിലും ആവട്ടെ, നീ അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇവിടെ നടന്ന കോലാഹലങ്ങളൊക്കെ നീ അറിഞ്ഞു കാണുമല്ലോ. വിശദമായിട്ടൊന്നും അറിഞ്ഞില്ല, കല്യാണം മുടങ്ങിയെന്ന് മാത്രം അറിഞ്ഞു. എന്നാ നീ അറിയണം, വിശാൽ 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 ജാസ്മിൻ, എന്തിനു വേണ്ടിയാ നീ അത് ചെയ്തത്? വിശാൽ സാറിനെ കൊല്ലാൻ വേണ്ടിയാ. പൂക്കളിൽ വിഷമുണ്ടെന്ന് തെളിയിക്കാൻ കഴിഞ്ഞെങ്കിലും അത് ചെയ്ത് ജതിനും ജാസ്മിനുമാണെന്ന് തെളിയിക്കാനുള്ള ഒരു തെളിവും എന്റെ കയ്യിലില്ല. അതുകൊണ്ട് എനിക്കിപ്പോ ഒന്നും ചെയ്യാൻ കഴിയില്ല. വേണമെങ്കിലേ അമ്മേ, ഞാൻ അങ്ങോട്ട് വന്ന് അനുഗ്രഹം വാങ്ങാം. ഈശ്വര, ഇത്രയും സംഭവബഹുലമായിരുന്നു കാര്യങ്ങള്. അതെ. ഇനി അവളെ ഇവിടെ വെച്ച് പൊറുപ്പിക്കാൻ പറ്റില്ല. ഇന്ന് തന്നെ ഇതിനൊരു പരിഹാരം കണ്ടേ പറ്റും. അതിന് നീ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞു തരും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.